വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ഇന്ന് നമുക്ക് ഷീ എന്ന വാക്കിനെ കുറിച്ച് പഠിക്കാം. ഈ വാക്കിന് അവൾ, ഇവൾ, അവൾക്ക്, ഇവൾക്ക് എന്നൊക്കെയാണ് അർത്ഥം. രണ്ട് സെൻറ്റൻസുകൾ നോക്കൂ. ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ ഇവൾ ഒരു ടീച്ചറാണ്. ഈ സെൻറ്റൻസിൽ ഷീ എന്ന വാക്കിന് അവൾ എന്നും അർത്ഥം പറയാം, ഇവൾ എന്നും അർത്ഥം പറയാം. അടുത്ത സെൻറ്റൻസ്, ഷീ ഹാസ് 2 ചിൽഡ്രൻ. അവൾക്ക് 2 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഇവൾക്ക് 2 കുട്ടികളുണ്ട്. ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, 2 2, ചിൽഡ്രൻ കുട്ടികളെ. ഈ സെൻറ്റൻസിൽ ഷീ എന്ന വാക്കിന് അവൾക്ക് എന്നും അർത്ഥം പറയാം, ഇവൾക്ക് എന്നും അർത്ഥം പറയാം. ഇനി നമുക്ക് ഷീ എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹർ, ഹേഴ്സ് ഇവയാണ് ഷീ എന്ന വാക്കിൻ്റെ മറ്റ് രൂപങ്ങൾ. ഹർ എന്ന വാക്കിന് അവളുടെ, ഇവളുടെ, അവൾക്ക്, ഇവൾക്ക്, അവളോട്, ഇവളോട്, അവളെ, ഇവളെ എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഹർ ഫാദർ ഈസ് എ ഡോക്ടർ. അവളുടെ അച്ഛൻ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇവളുടെ അച്ഛൻ ഒരു ഡോക്ടറാണ്. 2 രീതിയിലും അർത്ഥം പറയാം. ഫാദർ എന്നാൽ അച്ഛൻ. അടുത്ത സെൻറ്റൻസ്, ഐ ഗിവ് ഹെർ എ പെൻ. ഞാൻ അവൾക്ക് ഒരു പേന കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇവൾക്ക് ഒരു പേന കൊടുത്തു. ഈ സെൻറ്റൻസിൽ ഹെർ എന്ന വാക്കിന് അവൾക്ക് എന്നും അർത്ഥം പറയാം, ഇവൾക്ക് എന്നും അർത്ഥം പറയാം. ഗേവ് എന്ന് പറഞ്ഞാൽ കൊടുത്തു അല്ലെങ്കിൽ നൽകി. ഗിവ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് ഗേവ്. ഗിവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ നൽകുക. ഗേവ് കൊടുത്തു അല്ലെങ്കിൽ നൽകി. ഇനി അടുത്ത സെൻറ്റൻസ്, വി ടോൾഡ് ഹെർ. ഞങ്ങൾ അവളോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ഇവളോട് പറഞ്ഞു. 2 രീതിയിലും അർത്ഥം പറയാം. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ടോൾഡ് പറഞ്ഞു. ടെൽ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് ടോൾഡ്. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക, ടോൾഡ് പറഞ്ഞു. അടുത്ത സെൻറ്റൻസ് നോക്കൂ. ഐ സോ ഹെർ യെസ്റ്റർഡേ. ഞാൻ അവളെ ഇന്നലെ കണ്ടിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവളെ ഇന്നലെ കണ്ടിരുന്നു. സോ എന്ന് പറഞ്ഞാൽ കണ്ടിരുന്നു. സി എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോമാണ് സോ. സി എന്ന് പറഞ്ഞാൽ കാണുക, സോ കണ്ടിരുന്നു. യെസ്റ്റർഡേ എന്നാൽ ഇന്നലെ. സോ എന്ന വാക്കിന് കണ്ടു എന്നും കണ്ടിരുന്നു എന്നും അർത്ഥമുണ്ട്. ഇനി അടുത്ത വാക്ക് ഹേഴ്സ്. ഹേഴ്സ് എന്ന വാക്കിന് അവളുടേത്, അല്ലെങ്കിൽ ഇവളുടേത് എന്നൊക്കെയാണ് അർത്ഥം. ഒരു സെൻറ്റൻസ് നോക്കൂ. ദിസ് ഫോൺ ഈസ് ഹേഴ്സ്. ഈ ഫോണ് അവളുടേതാണ്, അല്ലെങ്കിൽ ഈ ഫോണ് ഇവളുടേതാണ്. 2 രീതിയിലും അർത്ഥം പറയാം. ദിസ് ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഫോണ്. ഇനി ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് അത് ചെയ്ത് നോക്കുക. അതിൻ്റെ ശരിയായ സെൻറ്റൻസ് ഞാൻ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി കമൻറ്റ് ബോക്സ് നോക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.